അബ്രാമിന്റെ വിശ്വാസവും അനുസരണവും. ദൈവം ആദ്യമായി അബ്രാമിനോട് സംസാരിച്ചപ്പോൾ അവന് 75 വയസ്സായിരുന്നു. ദൈവം ആവശ്യപ്പെട്ടത് അവൻ എപ്പോഴും കഴിയുന്നത്ര വേഗത്തിൽ ചെയ്തു. അബ്രാമിന്റെ അനുസരണത്തിൽ നിന്ന് നമുക്കെല്ലാവർക്കും എന്തെങ്കിലും പഠിക്കാൻ കഴിയും. അവൻ പിന്തുടരാൻ ഒരു നല്ല മാതൃകയാണ്. ദൈവം അബ്രാമിനോട് പറഞ്ഞു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിന്റെ പേര് വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുകയും നിന്നെ ശപിക്കുന്നവരെ ശപിക്കുകയും ചെയ്യും. നിന്നിലൂടെ ഭൂമിയിലെ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും. ദൈവം പറഞ്ഞതുപോലെ അബ്രാം പുറപ്പെട്ടു. ലോത്ത് അവനോടൊപ്പം പോയി. ഹാരാൻ വിട്ടപ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു. ലോത്തിന്റെ മരുമകളായ സാറായിയെയും അവർ സമ്പാദിച്ച എല്ലാ സ്വത്തുക്കളെയും ഹാരാനിൽ സമ്പാദിച്ച എല്ലാ അടിമകളെയും അവൻ കൂടെ കൊണ്ടുപോയി. അവർ കനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു. അവരെത്തിയപ്പോൾ അബ്രാം ദേശത്തിലൂടെ ഷെഖീം എന്ന സ്ഥലം വരെ സഞ്ചരിച്ചു, മൂരയിലെ പ്രശസ്തമായ ഓക്ക് വരെ. ആ സമയത്ത് കനാന്യർ അവിടെ താമസിച്ചിരുന്നു. ദൈവം അബ്രാമിന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, ഈ ദേശം ഞാൻ നിന്റെ സന്തതികൾക്ക് നൽകും. അബ്രാം തനിക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് ഒരു യാഗപീഠം പണിതു. അസാധ്യമെന്ന് തോന്നുമ്പോഴും അബ്രാം ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നു. ഭാര്യയ്ക്ക് കുട്ടികളെ പ്രസവിക്കാൻ കഴിയില്ലെങ്കിലും ദൈവം തനിക്ക് എണ്ണാൻ കഴിയുന്നതിലും കൂടുതലൊരു മകനെയും അവകാശികളെയും നൽകുമെന്ന് അവന് ഉറപ്പുണ്ട്. അബ്രാമുമായുള്ള ദൈവത്തിന്റെ ഉടമ്പടി. ഈ സംഭവങ്ങൾക്ക് ശേഷം ദൈവം അബ്രാമിനോട് ഒരു ദർശനത്തിൽ പറഞ്ഞു, അബ്രാമേ, ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ സംരക്ഷിക്കും. ഞാൻ നിനക്ക് ഒരു വലിയ പ്രതിഫലം നൽകും. അബ്രാം മറുപടി പറഞ്ഞു, കർത്താവായ ദൈവമേ, നീ എനിക്കെന്തു തരും? എനിക്ക് കുട്ടികളില്ല. എന്റെ അവകാശി ദമാസ്കസിലെ എലിയേസറാണ്. നീ എനിക്ക് സന്തതി തന്നിട്ടില്ല. അതിനാൽ ഈ അടിമ എന്റെ അവകാശിയാകും. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, അവൻ നിന്റെ അവകാശിയായിരിക്കില്ല, പക്ഷേ നിന്റെ മകൻ നിന്റെ അവകാശിയായിരിക്കും. പിന്നെ അവൻ അബ്രാമിനെ പുറത്തേക്ക് കൊണ്ടുപോയി പറഞ്ഞു, ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ എണ്ണുക. എണ്ണാൻ